ഹായ് ഓൾ, MS എക്സലിൽ ഞാൻ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുവിൽ ഒന്നിൽ കൂടുതൽ സ്പേസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രിം ഫംഗ്ഷൻ ആണ്. ട്രിം ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ള സ്പേസുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് ഒറ്റ സ്പേസ് മാത്രം എക്സിസ്റ്റ് ചെയ്യും. അതായത് നമുക്ക് നോക്കാം, ഈക്വൽ ട്രിം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, നെയിം സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എന്റർ അമർത്തുന്നു. നോക്കൂ, ഒലിവർ ജേക്കിന്റെ നടുവിലായിട്ട് ഒന്നിൽ കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഒറ്റ സ്പേസ് മാത്രം ആക്കിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടി. ഇതാണ് ട്രിം ഫോർമുല അഥവാ ട്രിം ഫംഗ്ഷന്റെ റിസൾട്ട്. ഇത് നമുക്ക് താഴോട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. നോക്കൂ, എല്ലാ പേരുകളുടെ നടുവിലുള്ള ഒന്നിൽ കൂടുതൽ സ്പേസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഒറ്റ സ്പേസ് മാത്രമാക്കി റിസൾട്ട് കിട്ടി. അതാണ് ട്രിം ഫംഗ്ഷന്റെ പ്രത്യേകത. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ബൾക്ക് ഡാറ്റാസ് എല്ലാം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഒരുപാട് ഉപകാരം ചെയ്യും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്റെ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്